വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനമാണ്. ഇന്ന് നാം നോക്കാമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, അനേകം പൈതങ്ങൾ ഈ നാളുകളിൽ വീഡിയോ ഗെയിമുകൾക്ക് അടിമയായിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളിലൂടെയും ടിവിയിലൂടെയും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും അനേകം മക്കൾ ഈ നാളുകളിൽ ഈ ഗെയിമുകൾക്ക് അടിമകളാകുകയാണ്. ഈ നാളുകളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നത് അനേകർ അതിനാല് ടെൻഷനുകളും പ്രതികൂലങ്ങളിലും ഈ മക്കൾക്ക് ചിന്തിക്കുവാനുള്ള കഴിവുകളും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കഴിവുകളും ഒക്കെ നഷ്ടപ്പെട്ട് പോകുന്നത് നാം കാണുകയാണ്. ഞങ്ങളുടെ അടുക്കൽ അനേകം പേർ വരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവരിൽ അനേകം പേരും ഇത്തരത്തിലുള്ള പൈതങ്ങളെയും കൊണ്ടുവരുന്ന അനേകരാണ്. അപ്പോ കാണുമ്പോൾ നമുക്ക് ആശ്ചര്യമാണ്. അപ്പോ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഈ ഫോണിലൂടെ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ കളിയിൽ മാത്രം നോക്കിയിരിക്കുന്ന മക്കൾ അവരെപ്രകാരം അവർ വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയാകുവാനായി കഴിയും. ഇവരുടെ മുഴുവൻ മനസ്സും ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകുകയാണ്. അവർ അതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നവരായിരിക്കുകയാണ്. അവരുടെ അമ്മയപ്പന്മാരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അവരുടെ കുടുംബത്തിലെ മറ്റുള്ളവരെ കാണുവാനായും സ്നേഹിക്കുവാനും വഴിയും അവർക്ക് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മക്കൾ അവർ മറ്റുള്ളവരോട് ഇടപഴകി സംസാരിക്കുവാനോ മറ്റുള്ളവരോട് അതേ കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകുവാനോ ഒക്കെ കഴിയാതെ പോകുന്നവരായിരിക്കും. അല്ലയോ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പൈതങ്ങളെ നാം വളർത്തി എടുക്കുമ്പോൾ, നമ്മുടെ പൈതങ്ങളെ നാം മുൻപോട്ട് നടത്തുമ്പോൾ അവർ ചിന്താശേഷിയും വായനാശീലമുള്ളവരും കായികമായി അവർ അധ്വാനിക്കുന്നവരുമായി നാം വളർത്തിയെടുക്കുമ്പോൾ അവരുടെ ശരീരവും മനസ്സും ഒക്കെ നല്ല നിലയിൽ ആയിരിക്കും. നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ ഒരു ചെറിയ കുടുംബമായി ഒരു ചെറിയ ഫ്ളാറ്റിലോ വീടിലോ ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായി പരിചയപ്പെടുവാനോ സംസാരിക്കുവാനോ നമ്മുടെ മക്കൾക്ക് പുറത്തുപോയി കളിക്കുവാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കാം. എന്നാൽ കൂടെ അവരെ വായനാശീലത്തിൽ വളർത്തുവാനും അവരെ മറ്റു ആക്ടിവിറ്റീസുകളിൽ ഇപ്പോ മ്യൂസിക്കോ അതുപോലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ചെലുത്തുവാനായി നാം നിയന്ത്രിക്കുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പൈതങ്ങൾ അനേകം പേർ ഇന്ന് നമ്മുടെ പൈതങ്ങളിൽ നാം നോക്കാമെങ്കിൽ അനേകം പേർ ഈ ജനറേഷനിൽ ഒന്നും സംസാരിക്കാതെ ആരോടും മിണ്ടാതെ ഇപ്രകാരം ഇരിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് എല്ലാം അടിച്ചുടയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുവാൻ കഴിവില്ലാത്തവരാണ് ഭയവശരായിരിക്കുന്ന അനേകായിരം, ഭയത്തോടെ ഇരിക്കുന്ന അനേകായിരം. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ദൈവം ദാനമായി നൽകിയ മക്കൾ അവരെ പഠിപ്പിക്കുവാനും അവരെ നിയന്ത്രിക്കുവാനും അവരെ മുൻപോട്ട് നടത്തുവാനും അവരുടെ വഴികളെ നാം പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിവില്ല എങ്കിൽ നാം എവിടെയോ വീണുപോയി എന്ന് അർത്ഥം. നമുക്ക് എന്തോ പറ്റിപ്പോയി എന്നർത്ഥം. അനേക കുടുംബങ്ങളിൽ ഇന്ന് സമാധാനമില്ലാത്ത അന്തരീക്ഷം. അനേകം മക്കൾ ഈ നാളുകളിൽ 1 മണിവരെയും 2 മണിവരെയും ഒക്കെ അവർ ഇപ്രകാരം മുമ്പോട്ട് പോകുന്ന മക്കൾ. നാം ശ്രദ്ധിക്കണമേ, നമ്മുടെ പൈതങ്ങൾക്ക് നല്ല ടെക്നിക്കൽ നോളജുകളും നമ്മുടെ പൈതങ്ങൾക്ക് നല്ല മ്യൂസിക്കൽ നോളജുകളോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സ്റ്റഡീസോ ഹാർഡ്വെയർ സ്റ്റഡീസോ അതുപോലെ നമ്മുടെ മക്കൾക്ക് വേദപഠനവും അതോടൊപ്പം വായനാശീലമൊക്കെ വളർത്തിയെടുത്തു നാം മുൻപോട്ട് വരുന്നുവെങ്കിൽ അവർ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി മുൻപോട്ട് വരുവാനായി സാധിക്കും. അല്ലെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ തിരക്കിൽ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോഴും
നമുക്ക് കൊടുത്ത നമ്മുടെ പൈതങ്ങളെ ശ്രദ്ധിക്കുവാനും അവരെ പരിപാലിക്കുവാനും നമുക്ക് ദൗത്യം, നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ നാം നമ്മുടെ പൈതങ്ങളെയും ശ്രദ്ധിക്കുക. അവരുടെ മാനസികവും ശാരീരികവുമായ അതേ പരിപാലനം അത് നമ്മിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ സാധ്യമാക്കുക. അതെ, നമുക്കറിയാം ഈ വീഡിയോ ഗെയിമുകളിലൂടെ നമ്മുടെ മക്കൾ ഒരിടത്തിൽ ഇരുന്ന് അവരുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ട് അവർ ടെൻഷനിലായി മറ്റുള്ളവരോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെട്ട എത്രയോ ആയിരങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നാം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരോട് സംസാരിക്കാൻ കഴിയാൻ, ഇവരൊന്ന് ചിരിക്കുവാൻ കഴിയാൻ, നാം എന്തോ ഒരു വലിയ കാര്യം ചെയ്യുന്നത് പോലെ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിൽ കളിക്കുകയാണ്. ഒരു ഉപയോഗവുമില്ല, ഒരു ബുദ്ധി വളർച്ചയുമില്ല. അനേകരുടെ ബുദ്ധിയെ കെട്ടിവെക്കുകയാണ്. അനേകർ ബുദ്ധിയില്ലാതെ തളർന്നു പോയിരിക്കുകയാണ്. എത്രയോ ആയിരങ്ങൾ, എത്രയോ മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടു. എന്റെ മകൻ ബുദ്ധിയില്ലാത്തതുപോലെ പ്രവർത്തിക്കുകയാണ്, എന്റെ മകൻ ഒരു കൺട്രോൾ ഇല്ലാതെ പോകുകയാണ്, എന്റെ മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഗെയിമിന്റെ സ്വാധീനം അവരുടെ എല്ലാ തരത്തിലുള്ള ഫാമിലിയിലെ റിലേഷനുകൾ, ഫാമിലിയിൽ അമ്മയപ്പനോട് സംസാരിക്കുവാൻ കഴിയാത്ത സാഹചര്യം, ചുറ്റുപാടുള്ള ആൾക്കാരോട് സംസാരിക്കുവാൻ കഴിയാത്ത സാഹചര്യം, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരികയാണ്. അല്ലയോ പ്രിയ സ്നേഹിതർ, നാം നമ്മുടെ മക്കൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ ദൈവം ചെയ്ത വൻകാര്യങ്ങളെ കുറിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് വേദത്തിൽ പറയുകയാണ്. നാം അവരെ ദൈവഭയത്തിൽ വളർത്തുമ്പോൾ, നാം അവരെ നല്ല നിലയ്ക്ക് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായി നമ്മുടെ പൈതങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കും. ഇന്ന് അനേകരുടെ ബുദ്ധി നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നു. അനേകർ അമ്മപ്പന്മാർ നോക്കുമ്പോൾ എന്റെ മകൻ നല്ലവനാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ, അത് പറയുമ്പോൾ നമുക്ക് നമ്മൾ ആലോചിക്കണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവൻ നല്ലവനായിരുന്നു ഇങ്ങനെ കളിക്കുകയാണ്. ഓരോരുത്തും പോകുന്നില്ല, പോകുന്നില്ല. അപ്പോ എല്ലാവരും പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയുമ്പോ എന്റെ മകൻ അങ്ങനെയാണ്, അവർ ടെൻഷനിലും പ്രഷറിലും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതികൂലത്തിലും അവരായിരിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം ബാറ്റ് എടുത്തോ, ബോൾ എടുത്തോ, ഫുട്ബോൾ കളിച്ചോ, ഓടിയോ ചാടിയോ ഒക്കെ നാം കളിക്കും. ആ നേരങ്ങളൊക്കെ ഇന്ന് നമ്മുടെ പൈതങ്ങൾക്ക് ആ മനസ്സ് ഇന്ന് ഇല്ല. ഇലക്ട്രോണിക്കൽ തിങ്സുമായി അവർ ഇരുന്ന് കളിക്കുവാൻ അവർ നേരത്തെ കാണുകയാണ്. അതിൽ അവരുടെ ബുദ്ധി വികസിക്കുന്നില്ല, അതിൽ അവരുടെ ശരീരത്തിന് ഒരു വളർച്ചയോ ശരീരത്തിനോ അനക്കമോ ഒന്നുമില്ല. അനേകർ തകർന്നു പോയ അവസ്ഥയുണ്ട്. അനേകരുടെ ജീവിതത്തിൽ അവരുടെ ബുദ്ധിയെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത തരത്തിൽ അനേകർ അസ്തമിച്ചു പോയവരുമുണ്ട്. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന സഹോദരൻ, നമ്മളൊരു വലിയ പ്രസ്റ്റീജ് പോലെയാണ് ഇവർ ഈ അനേകം മാതാപിതാക്കൾ കാണുന്നത്. എന്റെ പയ്യൻ ഒരിടത്ത് പോകാൻ അവൻ വീട്ടിലേരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അവർ പറയുമ്പോൾ ഒരു പ്രസ്റ്റീജാണ്, എല്ലാവർക്കും ഒരു പ്രസ്റ്റീജാണ്. എന്റെ മകൻ ഇങ്ങനെയാണ്. നാം നിയന്ത്രിക്കും. ഈ മൊബൈലുകൾ ഉപയോഗിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ അവർ അകപ്പെടുമ്പോൾ അവരുടെ ബുദ്ധി വികസിക്കുവാനായി കഴിയാതെ പോകുന്ന എത്രയോ ആയിരങ്ങളുണ്ട്. ഈ നാളുകളിൽ നാം നമ്മുടെ പൈതങ്ങളെ നല്ല ടെക്നിക്കൽ നോളജിലൊക്കെ വളർത്തുക, നമ്മുടെ പൈതങ്ങളെ മ്യൂസിക്കൽ നോളജിലേക്ക് വളർത്തുക. അങ്ങനെ വരുമ്പോൾ
ഇവർ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് വീട്ടുകാർ ഉറങ്ങിയാലും കൂടെ രാത്രി മുഴുവൻ ഇരുന്ന് കളിക്കുന്ന അനേകായിരങ്ങളുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥനയ്ക്കാണ് പോയത്. പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം എനിക്കുണ്ടായി. അപ്പൊ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു വീട്ടിലേക്ക് കയറുകയാണ്. ആ വീടിന്റെ മുമ്പിൽ 2-3 പൈതങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഒരു 15, 16, 17 വയസ്സുള്ള പൈതങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോ ഞാൻ ആ വീടിന്റെ ഗേറ്റ് തുറന്ന് കയറുമ്പോൾ ഇവന്മാർ ഇങ്ങനെ ഇരിക്കണം. അങ്ങോട്ടും നോക്കുന്നില്ല, ഇങ്ങോട്ടും നോക്കുന്നില്ല, ആര് വന്നു പോയി ഒന്നും നോക്കുന്നില്ല. അവരിങ്ങനെ ഇരിക്കുകയാണ്. വെട്ടടാ, കുത്തടാ, ഇപ്പൊ വെട്ട്, ഇപ്പൊ അടി, ഇങ്ങനെ പറയുക. അവിടെ ആരടിക്കണം? ഞങ്ങളെ ഭയന്നു പോകുന്ന അനുഭവം. അപ്പൊ യുവമാർക്ക് ഇതിലൊരു ഗ്രൂപ്പായിരുന്നു ഇങ്ങനെ കളിക്കുകയാണ്. എന്താണ് നേട്ടം? ഇവർ കുറെ വെട്ടുന്നതും കുത്തുന്നതും അടിക്കുന്നതും ചാകുന്നതും കണ്ട് ഇവന്റെ ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ, കുടുംബത്തെ നല്ല നിലയിൽ നടത്തുവാൻ ഫ്യൂച്ചറിൽ അവന് കഴിയാത്തവനായി അവൻ അധപ്പതിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോ ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ ആ വീട്ടിൽ കയറി അവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കൂടെ യുവമാരിവിടെ വെട്ടും കുത്തുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ജീവിത അവസ്ഥ. നല്ല വിശ്വാസികളാണ്, നമ്മളെല്ലാം നല്ല പ്രാർത്ഥിക്കുന്നവരാണ്, നാം എല്ലാവരും നല്ല ധ്യാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്. പക്ഷെ നമ്മുടെ മക്കളൊക്കെ ഇപ്പോഴും ഇരുന്ന് വെട്ടുകയും കുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് നമ്മളത് പ്രസ്റ്റീജായി കാണുകയാണ്. അവന് ലാപ്ടോപ്പോ, അവന് മൊബൈലോ, അവന് ഇനി ടാബ്ലറ്റോ എന്ത് വേണമെങ്കിലും അവന് വാങ്ങിക്കൊടുക്കുവാൻ റെഡിയായി നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവദാസന്മാരെ ഇന്ന് റെസ്പെക്ട് ചെയ്യുന്നില്ല. ചില ദൈവദാസന്മാരുടെ മക്കളെ അവർ ദൈവദാസന്മാരുടെ മക്കളെ ദൈവദാസനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. ആ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മുൻപോട്ട് പോകുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പോയ ആ വീട്ടിൽ ഞാൻ കണ്ട ഒരു അനുഭവമാണ് ഇത്. സത്യമായി നടന്ന ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അവിടെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് പോയാലും ഒട്ടിച്ചിട്ട് പോയാലും യുവമാർക്കൊന്നും അറിയാൻ പറ്റില്ല. കാരണം ഇവരുടെ കണ്ണും ഇവരുടെ കോൺസെൻട്രേഷനും ഒക്കെ അതിലാണ്. അല്പം ഇങ്ങനെ തെറ്റിയാൽ അത് എന്തോ നമുക്കറിയില്ല, എന്തോ ഒരു ഫെയിലിയർ പോലെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിങ്ങനെ ഇരിക്കുകയാണ്. വെള്ളം വേണ്ട, ആഹാരം വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇത്തരത്തിൽ നിന്റെ മക്കളെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മക്കൾ എവിടെ പോയി നിൽക്കും? അവൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ ഇനി അവൻ ജീവിക്കാൻ പറ്റും. അങ്ങനെ ആയിരിക്കും. അവന്റെ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ചില ടെക്നിക്കൽ നോളജുകൾ പറഞ്ഞു കൊടുക്കുക, ചില ബിസിനസ്സുകൾ അവർ പറഞ്ഞു കൊടുക്കുക, ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ടീച്ചിങ്ങുകൾ അവർ കൊടുക്കുക. ഒരു വ്യക്തിത്വത്തിന് ഉടമയായി രാവിലെ മുതൽ വൈകിട്ട് വരെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയും കുടുംബത്തിന് പ്രയോജനപ്പെടുകയും ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കളെ വാർത്തെടുക്കുക. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകണം, നമ്മൾ അത്തരത്തിൽ നമ്മുടെ മക്കളെ മുൻപോട്ട് കൊണ്ടുവരിക. അടുത്ത ജനറേഷൻ അവർ അനേകർക്ക് മാതൃകയായി തങ്ങളുടെ കുടുംബങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുന്ന മക്കളായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. നിന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നമ്മൾ പറയും എന്റെ മകൻ ഭയങ്കര ബ്രില്യന്റ് ആണ് എന്ന് പറയും. പക്ഷെ അവൻ ഗെയിമിന് അടിമയാകുന്നു എന്ന് നാം ശ്രദ്ധിക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങൾ, ആ അടിമത്വത്തിൽ പോകുമ്പോൾ അനേകം ഗെയിമുകൾ നാം കാണും. അതിൽ എല്ലാം തലയോട്ടികളായി ഡേഞ്ചറിന്റെ തലയോട്ടിയൊക്കെ വെച്ച് ഇവന്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. ഇപ്പോ സാത്താന്റെ സഭക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കാം. ഇന്ന് അനേകം സാത്താന്റെ സഭകൾ ലോകത്തിൽ പലയിടത്തും നടക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം അവർ ടെക്നിക്കൽ നോളജിൽ വന്ന് അവർ അനേക ഗെയിമുകൾക്കുള്ള ഡേഞ്ചറും തലയും അവരുടെ സിംബലുകളും ഒക്കെ കൊണ്ടുവരിക. നിങ്ങളിപ്പോ ഒരു കാർട്ടൂൺ എടുത്താൽ കൂടെ ഒരു ബ്ലാക്ക് കൊടി ഇങ്ങനെ പറക്കും, അതിലൊരു തലയിരിക്കും,
ഒരു ഡേഞ്ചറിന്റെ സിഗ്നൽ അതിലേക്ക് ഇരിക്കും, ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും. കൊച്ചു പിള്ളേരുടെ കാർട്ടൂണിൽ കൂടെ ഇത് വന്നു കഴിഞ്ഞു. ശ്രദ്ധിക്കുക, സഭകൾ ശ്രദ്ധിക്കുക, സഭാ പുരോഹിതന്മാർ ശ്രദ്ധിക്കുക, പാസ്റ്റർമാർ ശ്രദ്ധിക്കുക. ഏത് വിഭാഗമാകട്ടെ, ഞാൻ എല്ലാ സഭകൾക്കുമാകെ ഞാൻ സംസാരിക്കുകയാണ്. അപ്പോ എല്ലാ സഭാ വിഭാഗങ്ങളും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ കാർട്ടൂൺ കാണുമ്പോൾ അവരെ അനുവദിച്ചു വിടുകയാണ്. അതിലും ഇത്തരത്തിലുള്ള സിഗ്നലുകൾ, തലയോട്ടികൾ, അതിന്റെ സാത്താന്റെ പല സിംബലുകൾ ഇവരുടെ മനസ്സിനകത്ത് കയറ്റിവിടുകയാണ്. കർത്താവിൽ പ്രിയ ജനമേ, നാം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ജനറേഷൻ എങ്ങോട്ട് പോകുകയാണ്? ഇന്ന് അനേകം മക്കൾ ഇന്ന് ഈ ഇലിമിനേറ്റികളുടെ അടിമകളായിരിക്കുകയാണ്, സാത്താന്റെ അടിമകളായിരിക്കുകയാണ്. ഈ നാളുകളിൽ നാം ശ്രദ്ധിക്കണമേ. ഗെയിമുകൾക്കുള്ളിൽ, അനേക ഗെയിമുകൾക്കുള്ളിൽ സാത്താന്റെ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇവരുടെ മനസ്സുകളെ പിടിക്കുകയാണ്. അയ്യോ, ഒരു ഗെയിം കളിച്ചാൽ ഉടനെ അത് അങ്ങനെ ആവുമോ? ഇവന്റെ മനസ്സുകൾ അതിലോട്ട് പോകുകയാണ്. നാം ശ്രദ്ധിക്കുക. നമ്മുടെ സഭകൾ നമ്മുടെ മക്കളെ വളർത്തുവാൻ ഇന്ന് ഫെയിലൂർ ആകുകയാണ്. അനേകം ഇടത്തിൽ നമ്മുടെ സഭകൾ മക്കളെ വളർത്തുവാൻ ഫെയിലൂർ ആകുകയാണ്, പരാജയപ്പെടുകയാണ്. എന്നിട്ട് നമ്മൾ പറയും മറ്റുള്ളവൻ വലിച്ചോണ്ട് പോകുന്നു, മറ്റുള്ളവർ എടുത്തോണ്ട് പോകുന്നു, മറ്റുള്ളവർ അങ്ങനെ കൊണ്ടുപോകുന്നു. നാം പരാജയപ്പെട്ടു പോകുകയാണ്. നമ്മുടെ മക്കളെ നാം വിശ്വാസത്തിൽ വളർത്തുക. നമ്മുടെ മക്കളെ ടെക്നിക്കൽ നോളജുകളിൽ വളർത്തട്ടെ. നമ്മുടെ മക്കൾ ഗെയിമുകൾക്ക് അടിമയായി സാത്താന്റെ പിടിയിൽ പോകുവാൻ അനുവദിക്കാതിരിക്കട്ടെ. കാർട്ടൂൺ എടുത്തുകൊള്ളട്ടെ. എല്ലാ കാർട്ടൂണുകൾക്കകത്തും തലയോട്ടികൾ വെച്ചുള്ള പല ഭാഗങ്ങൾ വരുന്നുണ്ട്. കറുത്ത കൊടിയിൽ ഒരു ചെറിയ ഡേഞ്ചർ സിഗ്നൽ എല്ലാം വെച്ച് അനേക കാർട്ടൂണുകൾ ഇറങ്ങുന്നു. ഇതെല്ലാം ഇന്നത്തെ പിള്ളേർക്ക് അത് പിടിക്കുന്നുണ്ട്. അതുണ്ടെങ്കിലേ അവർ കാണുന്നുണ്ട്. അതുപോലെ ഈ ഗെയിമുകൾക്കകത്തും അനേക ഗെയിമുകളിൽ ഇത്തരത്തിലുള്ള സിംബലുകൾ, സാത്താന്റെ സിംബലുകൾ ഇന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നമ്മുടെ മക്കളെ നല്ല നിലയ്ക്ക് വളർത്തുവാൻ നമ്മുടെ ദൈവിക കുടുംബം, ആ ദൈവിക കുടുംബത്തിലെ നന്മകളെ ഉൾക്കൊണ്ട്, ആ ദൈവത്തിന്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ മക്കൾ മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുന്നു. അല്ല, നമ്മൾ പ്രസ്റ്റീജോടെ പറയും എന്റെ മക്കൾ നല്ല നിലയിൽ നല്ലവരായി ഒന്നും അറിയാതെ ആ മൊബൈൽ എടുത്തു വെച്ച് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കളിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രസ്റ്റീജ്, നമ്മൾ നല്ലവരാണെന്ന് കാണിക്കുന്നതിലല്ല, അവരെ കായികമായി അധ്വാനിപ്പിക്കുവാൻ, അവരെ അവരെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുവാൻ, അവർ വായനാശീലമുള്ളവരായിരിക്കുവാൻ, അനേകം നല്ല ടെക്നിക്കൽ അറിവുകൾ ഉള്ളവരായിരിക്കാൻ ഒക്കെ നമ്മൾ അവരെ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. പ്രിയ സഹോദര സഹോദരി, എന്തിനു വേണ്ടി ഞാനിത് പറയുന്നത് വെച്ചാൽ, ഞാൻ കടന്നുപോയ ആ ഒരു വീട്ടിലെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് തന്നെയാണ്. ആ വീടിനകത്ത് ഞാൻ കയറി ആദ്യം മുതൽ അവസാനം വരെ പ്രാർത്ഥന ഞാൻ തീർക്കുന്നത് വരെ ആ വീട്ടിലെ കുടുംബത്തിലെ 2 പയ്യന്മാരും ആ വീടിനകത്ത് കയറിയിട്ടില്ല. ആ വീടിനകത്ത് അവർ വന്നിട്ടില്ല. അവർ വെളിയിലിരുന്ന് വെട്ടടാ കുത്തടാ, ഡേ നീ എവിടെയാണ്, വെട്ടിക്കോ കുത്തിക്കോ, ഇതാ വരുന്നു എന്ന് പറയുന്നതല്ല. യുവമാർ 2 പേരും വന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് നിന്നിട്ടില്ല. വിശ്വാസികളുടെ കുടുംബമാണ്. നല്ല മുൻകാലങ്ങളിൽ നിന്ന് വിശ്വസിച്ച് വരുന്ന കുടുംബങ്ങളാണ്. ഇത്തരത്തിലുള്ള കുടുംബം, അയ്യോ പ്രാർത്ഥന നടക്കുകയാണ്, ഞങ്ങൾ പോയി ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം എന്നുള്ള മനസ്സ് നിനക്കില്ലാതിരിക്കുമ്പോൾ പിന്നെ നീയും ഞാനും എങ്ങനെ നമ്മളൊരു സഭയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? നമ്മൾ ദൈവ മക്കളെന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങളാണെന്ന് എങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയും? നാം ചിന്തിക്കട്ടെ. നമ്മുടെ മക്കൾ ദൈവഭയത്തിൽ വളരണം. ഓക്കെ, വായനാശീലമുള്ളവരായിരിക്കണം. അവർ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ അറിവുകളിലും അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു നല്ല മക്കൾ. അപ്പൊ ഇവൻ കളിച്ച് ഇവിടെ വെട്ടി കുത്തിക്കൊണ്ടിരിക്കുമ്പോ അവൻ ജോലിക്ക് പോവില്ല. അവൻ ഇനി അവന്റെ ജീവിതകാലത്ത് ജോലിക്ക് പോവില്ല. അവൻ ഇതിൽ ഇൻട്രസ്റ്റ് ആണ്.
അപ്പൊ അമ്മപ്പന്മാർ പറയും, അയ്യോ എന്റെ മോൻ ജോലിക്ക് പോണില്ല, അയ്യോ അവൻ മാരീഡ് ആയിട്ടും അവൻ മുമ്പോട്ട് പോകുന്നില്ലല്ലോ, അവൻ എന്ത് പറ്റി, അവൻ ഇതിന് അടിമയാണെന്നേ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കട്ടെ. നമ്മുടെ സഭകൾ ശ്രദ്ധിക്കട്ടെ, നമ്മുടെ പുരോഹിതന്മാർ ശ്രദ്ധിക്കട്ടെ, നമ്മുടെ വിശ്വാസികൾ ശ്രദ്ധിക്കട്ടെ. നമ്മുടെ മക്കൾ അടുത്ത തലമുറ കച്ചാവിൽ വളരുന്നവരായിരിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.